എവ്രിവൺ, വെൽക്കം ടു ഹോം ടൂർ. എല്ലാ തവണയും നമ്മൾ ഒരുമിച്ച് ഒരുപാട് സെലിബ്രിറ്റികളുടെ വീടുകൾ കണ്ടിട്ടുണ്ട്, അവിടുത്തെ വിശേഷങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടൊരു പേഴ്സണൽ ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ വീട്. വീട്ടിലെ ഓരോരോ വിശേഷങ്ങൾ, ഓരോരോ മുറികളൊക്കെ ഞാൻ വളരെ വ്യക്തമായും വിശദമായും പറഞ്ഞുതരാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഒബ്വിയസ്ലി മുറ്റമാണ്. മുറ്റത്ത് എന്താ കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ ഭയങ്കര ഗാർഡൻ പ്രേമിയാണ്, ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതെന്ന്. ഒരിക്കലുമല്ല, ഇതെല്ലാം എൻ്റെ അമ്മയുടെ സംഭാവനകളാണ്. അമ്മ വൃത്തിയായിട്ട് നോക്കിക്കൊണ്ട് പോകുന്ന ഒരു ഏരിയയാണ്. ഇനി അപ്പുറത്തെ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ആക്ച്വലി എനിക്ക് 2 കാറുണ്ടെങ്കിലും ഒരു കാർ ഇടാനുള്ള സ്പേസ് ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഈ കാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാർ എൻ്റെ ബ്രദർ അവൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി. പിന്നെ ഇന്ന് ഹോം ടൂർ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ എല്ലാവരും രാവിലെ തന്നെ ഇവിടെ നിന്ന് സ്കൂട്ടായിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ വീട് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് ഓരോ മുറികളായി കാണാം. ബൈ ദ വേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ഹോം ടൂർ. അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു ലിവിങ് ഏരിയ ആണിത്. ഇവിടെ ലിവിങ് ഏരിയയിൽ അത്യാവശ്യ അനുകൂല സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്താ കാണിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ഫോട്ടോയിലേക്ക് വരാം അല്ലേ. ഈ ഫോട്ടോ എൻ്റെ കല്യാണ സമയത്ത് എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ആർഭാടമായിട്ട് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അതിനകത്ത് എൻ്റെ ഭർത്താവില്ലല്ലോ എന്ന്. കല്യാണത്തിന് തൊട്ട് മുമ്പെടുത്ത ഫോട്ടോയാണത്. അതുകൊണ്ടാണ് അതിനകത്ത് ഭർത്താവില്ലാത്തത്. പിന്നെ ഭർത്താവ് എന്ത് എന്ന് ചോദിക്കുന്നവരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ആൽബം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് 5-6 വർഷമൊക്കെ ആയെങ്കിലും ഈ ആൽബമൊക്കെ ഇപ്പോഴും പുതിയതുപോലെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. എല്ലാവരും വരുമ്പോഴത്തേക്കും ഒരു സമയം പോകാനായിട്ടുള്ള ഒരു സാധനം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടത്തെ കുറിച്ച് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ചൊരു പ്രൈവസി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം എൻ്റെ അമ്മ ഒരു പഞ്ചായത്ത് മെമ്പറാണ്, അച്ഛനൊരു ഫുൾ ടൈം സോഷ്യൽ വർക്കറാണ്. അപ്പോൾ ഈ വീട്ടിൽ എപ്പോഴും നിറച്ച ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരെ വെൽക്കം ചെയ്തിരുത്തുന്ന ഒരു ഏരിയയാണിത്. എഗെയിൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബിഹൈൻഡ് വുഡ്സിൻ്റെ 2 അവാർഡുകളാണ് ഈ 2 സൈഡിലും ഇരിക്കുന്നത്. എന്നെ സത്യത്തിൽ ഞാനാക്കിയതും എനിക്ക് ഈ ഒരു കോൺഫിഡൻസ് തന്നതും എന്നെ 4 പേര് അറിയുന്ന ഒരാളാക്കിയതും ഒക്കെ ബിഹൈൻഡ് വുഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവർ നൽകിയ റെക്കഗ്നേഷൻസ് ഒക്കെ വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് കയറി വരുന്നിടത്ത് തന്നെ ഇത് തന്നെ വെച്ചേക്കുന്നത്. പിന്നെ ഈ വീട്ടിലേക്ക് ഇതെൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയനും താമസിക്കുന്ന വീടാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും ഞാൻ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കയറുന്ന ആൾക്കാർക്ക് ഓ ഈ മോളുടെ വീടാണോ എന്ന് ചോദിക്കാറുള്ള ഒരു സാധനം കൂടിയാണ്. നടുക്കിരിക്കുന്നത് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ 2 മക്കളും കൂടെ കൊടുത്തൊരു ഗിഫ്റ്റാണ്. അതിനകത്ത് എഴുതി വെച്ചേക്കുന്നതൊക്കെ ഭയങ്കര കോമഡിയാണ്. അതൊക്കെ നിങ്ങളെ ഞാൻ വിശദമായിട്ട് ആ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഒരു എന്താ പറയുക, വിപ്ലവകരമായ ഒരു ലവ് മാരേജ് ആയിരുന്നു അവരുടേത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ കുറച്ച് ആലങ്കാരികമായി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അത്രയാണ് ഈ ഏരിയയിലുള്ളത്. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ളൊരു ഏരിയ ഉണ്ട്. മുകളിലേക്ക് നമ്മൾ പോകണോ അതോ അടുക്കള ഭാഗത്തേക്ക് അവിടേക്ക് ഒരു റൂം കൂടെയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെനിക്ക് കിട്ടിയേക്കുന്ന കുറേ കൊളാബുകളുടെ വീഡിയോസും പിന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് നേടിയ 1 lakh സബ്സ്ക്രൈബേഴ്സിൻ്റെ സിൽവർ പ്ലേ ബട്ടണുമാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഭയങ്കര സന്തോഷം, നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കും എന്നുള്ള ആ ഒരു തോന്നൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാനായിട്ട് ഇതൊക്കെ സഹായിക്കാറുണ്ട്. എഗെയിൻ ഇത് ഗുൽബോണ്ട എന്ന് പറയുന്ന ഒരു ടീം നമുക്ക് തന്ന സാധനമാണ്. അതൊക്കെ കണ്ടാൽ ഞാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്, നിങ്ങൾക്ക് തോന്നാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇത് ഞാനും എൻ്റെ അനിയനുമാണ്. ഏതോ ഒരു വർഷം, എങ്ങനെ പോയാലും ഒരു 10-25 വർഷത്തിന് മുൻപുള്ള ഒരു ഫോട്ടോയാണ് ഇത്. അങ്ങനെ പഴയ വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഫോട്ടോ ആയിരുന്നു. പക്ഷെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഇങ്ങനെയൊക്കെ ലാമിനേറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. എഗെയിൻ ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോ. പിന്നെ മറ്റേതോ ഒരു കുട്ടി നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന എൻ്റെ പെൻസിൽ ഡ്രോയിങ് ആണിത്. ഗംഭീരമായിട്ടില്ലേ?
ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത് അത്രയൊക്കെ ഉള്ളൂ. ഇവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. വീണ്ടും വരുന്നു, ഇതാ നമ്മുടെ ബിഹൈൻഡ് വുഡ്സ് ഗോൾഡ് മെഡലിസ്റ്റ്. ഗംഭീരമായ ഒരു പരിപാടിയൊക്കെ ആയിരുന്നു, അതിൽ തന്നതാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് എൻ്റെ അനിയൻ ഗോവയിൽ പോയപ്പോൾ കൊണ്ടുവന്ന എന്തോ ഒരു സാധനം. ഇത് അവൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റ്. പിന്നെ ഇതൊക്കെ ആരെണ്ടൊക്കെ തന്നതാണ്, എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള കഥകളെന്നൊന്നും. ഇതൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് വെറുതെ കാണുമ്പോൾ രസം തോന്നി വാങ്ങിച്ച് വെക്കുന്ന സാധനങ്ങൾ. ഈ ബുദ്ധനെയും കാണാൻ നല്ല ക്യൂട്ടല്ലേ, ക്യൂട്ട് ബുദ്ധനാണത്. നിങ്ങളോടൊരു കാര്യം പറയാം, ഇത് കുത്തിവെക്കാൻ മറന്നുപോയി. അതായത് ഇതാണ് നമ്മുടെ CCTV. സാധാരണ എല്ലാവരും CCTV പുറത്തല്ലേ വെക്കുക, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ അകത്ത് വെച്ചേക്കുന്നത് എന്ന് ആലോചിക്കുന്നുണ്ടാവല്ലേ. പകുതി ദിവസവും ഞങ്ങൾ വീട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ആരെങ്കിലും കയറി വരുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുകയാണെന്നാണ് എൻ്റെ ആങ്ങള എന്നോട് പറഞ്ഞു തന്നതും. എനിവേ ഞാനിതിലേക്കൊന്നും ശ്രദ്ധിക്കാറില്ല, അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കാറുണ്ട്. പിന്നെ വിളക്ക് കത്തിക്കുന്ന ഏരിയ വരുന്നു, നമുക്ക് അകത്തേക്ക് പോകാം. ഓക്കേ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ അനിയനും, ഇൻഫാക്ട് വീട്ടിലെ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണെന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ TV കാണൽ ഇവിടെയാണ്, ഈ പറഞ്ഞ പോലെ ഡൈനിങ് ഏരിയ ഇവിടെയാണ്, പിന്നെ അച്ഛൻ്റെ അമ്മയുടെ റൂം ഇവിടെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ഏരിയയിൽ ഫുൾ ടൈം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നത്. പക്ഷേ നമ്മൾ TV ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ വീട്ടിലും കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് TV ഒന്നും ഓൺ ചെയ്യുന്നുണ്ടാവില്ല. ഈ വീട്ടിലെ അവസ്ഥ ഇങ്ങനെ തന്നെ, TV ഒന്നും ഓൺ ചെയ്യാറൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും ബെഡ്റൂമാണിത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവർ രണ്ടുപേരും ഫുൾ ടൈം സോഷ്യൽ വർക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിറച്ച് ഇങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ അലുക്കുലത്തെ പേപ്പറുകൾ, പഞ്ചായത്തിലെ റിപ്പോർട്ടുകൾ, അമ്മയുടെ അച്ഛൻ്റെയും കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈ വീട് മുഴുവനും. ഈ സാധനങ്ങളൊക്കെ എല്ലാം ഓൾ ബിലോങ്സ് ടു മൈ ഡാഡി, യുനോ. പിന്നെ ഇത് അവരുടെ വാർഡ്രോബാണ്. വാർഡ്രോബിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ വൃത്തിയായിട്ടൊക്കെ തന്നെ വെച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ഈ ഏരിയയിലാണ് എൻ്റെ അമ്മ റെഡി ആവുന്നത്. അതുകൊണ്ട് അമ്മ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ എനിക്ക് പേടിയാണ് സത്യത്തിൽ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ എന്താ പറയുക, പിന്നെ ഞാനിവിടെ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടൊരു ഫുള്ളി സോളാർ പവേർഡ് വീടാണ് എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളൊരു 6 കിലോവാട്ടിൻ്റെ സോളാറാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എത്ര AC ഇട്ടാലും, എത്ര ഫാൻ ഇട്ടാലും, എത്ര നേരം TV ഓൺ ചെയ്ത് വെച്ചാലും, എന്തൊക്കെ ചെയ്താലും നമുക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം എല്ലാം സോളാറാണല്ലോ, അപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം സത്യത്തിന് ഈ വീട്ടിലുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഏരിയ. ഇനിയുള്ളത് അടുക്കള ഏരിയ ആണ്. അടുക്കള ഏരിയ ഇവിടെ ഒരു കോമൺ വാഷ്റൂമും വരുന്നുണ്ട്. ശരി, അപ്പോൾ ഇതാണ് അടുക്കള. ഇവിടുത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതുപോലെ പറയണമല്ലോ, ഞാൻ ഇങ്ങോട്ട് അധികം കയറാറില്ല. ഇവിടെ ഞങ്ങൾക്കൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഇതിനകത്ത് എന്താ പ്രത്യേകിച്ച് എന്ത് കഥ പറയാനാ, എന്തൊക്കെയൊക്കെയോ അടുക്കളയിൽ എന്തൊക്കെയൊക്കെയോ ആവുന്നുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ വീട്ടിലും ഇങ്ങനെ കുറേ ഗ്ലാസും പാത്രങ്ങളും നിരത്തി വെച്ചിരിക്കുന്ന ഏരിയ, ആരും തുറക്കാത്ത, ആരും ഉപയോഗിക്കാത്തതെന്ന് പറയും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അനിയനും കൃത്യമായിട്ട് ഇതിനകത്ത് എല്ലാ പാത്രങ്ങളും തന്നെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു താഴത്തെ ഏരിയ എന്ന് പറയുന്നത്. ഒരു സാധാരണ വീട്ടിലുണ്ടാവേണ്ട, മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവേണ്ട കാര്യങ്ങൾ. അല്ലാതെ അതിൽ കൂടുതലൊന്നും നമ്മൾ ഈ വീട്ടിലേക്ക് ചെയ്തിട്ടില്ല, ഒരു എക്സ്ട്രാ വെഗൻസ് ചെയ്തിട്ടില്ല, ലക്ഷൂറിയസ് ആകാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഒരു ടിപ്പിക്കൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ. നമുക്കിന് മുകളിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നിങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ ചെടി ഇരിക്കുന്ന കാണാം. എൻ്റെ വീട്ടിൽ എവിടെ ചെന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതൊക്കെ ഒരു എസ്തെറ്റിക് ബ്യൂട്ടി ആണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ, ആരും ഒന്നും പറയരുത്. പിന്നെ ഇത് ഇവിടെ ഗ്ലാസ് ഇടാൻ കാരണം എന്താണെന്നറിയോ, നമുക്ക് നല്ല സൺലൈറ്റ് കിട്ടണം, അങ്ങനെ വീടിന് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടത്. ഗ്ലാസ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വേറെ പ്രശ്നം മനസ്സിലായത്. ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ബട്ട് സ്റ്റിൽ ഇത് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഏരിയ. ഓക്കെ, ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ പൊതുവെ അയൺ ചെയ്യാറുള്ളത്. കണ്ടില്ലേ, അയൺ ബോക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്കും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കിട്ടിയ അവാർഡുകൾ, ഗിഫ്റ്റുകൾ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കണമല്ലോ, അതിനു വേണ്ടി ഒരു ഏരിയ കണ്ടെത്തിയതാണിത്. ഇതിനകത്തേക്ക് കുറേ ബെഡ്ഷീറ്റുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാർഡ്രോബ് ഏരിയയിലുള്ളത്. ഇനി വരുന്നതാണ് എൻ്റെ മുറി.
അപ്പോൾ ഇതാണ് എൻ്റെ മുറി. ഞാൻ അങ്ങനെ ഒരു ക്രിയേറ്റീവ് പേഴ്സണൊന്നും അല്ല. വളരെ ഒരു എന്താ പറയുക, സാധാരണ മുറിയാണ്. കുറച്ച് സ്പേഷ്യസ് ആണ്. അതാണ് ഈ ഒരു മുറിയുടെ പ്രത്യേകത. ഈ മുറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മുറി ഞാൻ നല്ല വൃത്തിയാക്കി ഇട്ടേക്കാന്ന്. പക്ഷെ അങ്ങനെയല്ല. ഈ മുറി പൊതുവെ ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് കിടക്കാറുള്ള ഒരു റൂമാണ്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പലയിടത്തും തൂക്കിയിടാൻ ശ്രമിച്ചു. എവിടെയൊക്കെ തൂക്കിയിട്ടാലും ഇതിൻ്റെ വെയിറ്റ് കാരണം ഇത് താഴേക്ക് പോകുന്നത് കൊണ്ട് ഈ തൂക്കിയിടാന്നുള്ള ഉദ്യമം ഒഴിവാക്കി ഞാൻ ഇവിടെ തന്നെ അങ്ങ് വെച്ചു. ഒരു സൗന്ദര്യത്തിന് കുറവാണെന്ന് എനിക്കറിയാം, ബട്ട് സ്റ്റിൽ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ എറണാകുളത്തുള്ള ഫ്ലാറ്റിലാണ് പകുതിയിലധികം ആക്സസറീസ്, ഓർണമെൻറ്റ്സ് ഇങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് ഉപയോഗിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് ഇവിടെ സത്യത്തിലുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യം പറയില്ലേ, അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു കസ്റ്റമായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു ഗിഫ്റ്റായിരുന്നു ഇത്. ഇപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര എന്തൊരു അമച്ചറാണ്, എന്ത് കുട്ടിത്താണെന്ന് തോന്നും. പക്ഷെ അതൊക്കെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളായിരുന്നു. പിന്നെ എൻ്റെ മുറിക്ക് എൻ്റെ മുറിയുടേതായ ഒരു ഭംഗിയുള്ള ഒരു കുഞ്ഞ് ബാൽക്കണി ഉണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ അവിടെ ഇറങ്ങി ഇരിക്കുമെന്ന് നമ്മളൊക്കെ വിചാരിക്കുമെങ്കിലും സത്യത്തിൽ അവിടെ ഇറങ്ങി ഇരിക്കാറൊന്നുമില്ല. എന്നാലും ഇതുണ്ട്. കാണിച്ചു തരാം. ഇതാണ് ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത്. ഈ സാധനം ഇവിടെ ഇട്ടപ്പോഴേ ആദ്യമൊക്കെ ഇട്ട ദിവസം ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇട്ടതാണേ. രാത്രി ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് തന്നെ കിടന്ന് ഒച്ച ഉണ്ടാക്കും. അപ്പോൾ ഒരു പേടിയൊക്കെ ആദ്യ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ നല്ല ധൈര്യശാലിയായി. അങ്ങനെ ഇതാണ് ആ ബാൽക്കണി ഏരിയ. ഇനി അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ 2 മുറികളും കൂടെ ഈ ഫ്ലോറിലുണ്ട്. അത് കാണിച്ചു തരാം. ഇതൊക്കെ എൻ്റെ അനിയൻ്റെ ഫോട്ടോഗ്രാഫി ആട്ടോ. ഇതെൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ വെരി ക്ലോസ് റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോസാണ്. അവനിങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ പ്രിസർവ് ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, മോനുവിൻ്റെ ഫോട്ടോഗ്രാഫി സ്കിൽസാണ്. ഇത് സത്യത്തിൽ അവന് നാഗാലാൻഡിൽ നിന്ന് അവൻ്റെ ഏതോ ഒരു സുഹൃത്ത് വന്നപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. സത്യത്തിൽ ഇതെന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല. എന്തോ ആളും പരിചയമൊക്കെയാണ്. ഇങ്ങനെ ഷാർപ്പൊന്നും അല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഇവിടെ തൂക്കിയിട്ടേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇനി കയറാൻ പോകുന്ന മുറിയിലേക്ക് ഞാൻ ആദ്യമേ ഒരു ഡിസ്ക്ലെയിമർ തരട്ടെ. എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ നമ്മുടെ ഈ വേസ്റ്റ് തുണികളും വേസ്റ്റ് കാര്യങ്ങളും എല്ലാം വലിച്ചു വാരിയിടുന്ന ഒരു മുറി. ആ മുറിയിലേക്കാണ് നിങ്ങൾ കയറാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് ആ മുറി. ഈ മുറിയിൽ എൻ്റെ അച്ഛന്, ഞങ്ങൾ 2 മക്കളും നന്നായിട്ട് വായിച്ച് വളരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളായിരുന്നു. എൻ്റെ അച്ഛൻ വളരെ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ സത്യത്തിൽ ഞങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തൊട്ട് തന്നെ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. ഒരു കോളേജ് വരെയൊക്കെ നന്നായി വായിക്കുമായിരുന്നു ഞാൻ. എൻ്റെ അനിയൻ ഇപ്പോഴും വളരെ നന്നായിട്ട് വായിക്കും. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വായിക്കും. ഇപ്പം എനിക്ക് മാത്രം ആ വായനാശീലം നഷ്ടപ്പെട്ടെങ്കിലും അവരൊക്കെ ഇപ്പോഴും വായിക്കുന്നത് കൊണ്ട് കുറേ പുസ്തകങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട്. ഇൻഫാക്റ്റ് ഇത് എല്ലാവരും വരുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ഏരിയയും കൂടെ കേട്ടോ. കാരണം ഇത്രയും പുസ്തകങ്ങളൊക്കെ അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ കാണാറില്ലല്ലോ. ഇതൊക്കെ എന്തെന്നാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഏതോ ഒരു ബർത്ത്ഡേക്ക് എൻ്റെ അനിയൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു എന്താ പറയുക, ഒരു ബുക്ക്ലെറ്റാണ്. ഇതിനകത്ത് എൻ്റെ ഭയങ്കര വൃത്തിയായിട്ട് ഇതാണ്. ഞാൻ ദൂരദർശനിൽ ആദ്യ കാലഘട്ടങ്ങളിൽ വാർത്താ അവതാരകയായിരുന്നപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് കാണുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് അതെല്ലാം യൂട്യൂബിൽ നിന്ന് എടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെക്കുമായിരുന്നു. ഇനി ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു. അതിനകത്തു നിന്നുള്ള ഫോട്ടോസാണിതെല്ലാം. ഇങ്ങനെയുള്ള പല സാരികളിൽ പല രീതികളിൽ. ഇതൊക്കെ ഭയങ്കര മെമ്മറീസാണ്. ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 2-3 വർഷത്തിൽ കൂടുതൽ ഞാൻ വാർത്ത വായിച്ചിട്ടുണ്ട്. ഇത്രയും തവണ ഞാൻ സാരി ഉടുത്തെങ്കിലും എനിക്കിപ്പോഴും സാരി ഉടുക്കാൻ അറിയില്ല എന്നുള്ളൊരു സത്യവും കൂടെ ഉണ്ട്. പിന്നെ ഇന്നത്തെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ള, എവിടേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ സാരി കളക്ഷൻസ് ഒക്കെയാണിത്. ഇതിനകത്ത് എല്ലാം അമ്മ നല്ല തേച്ച് മടക്കിയൊക്കെ വയ്ക്കും. ഞങ്ങൾ ഇട്ട തുണിയെല്ലാം ഇവിടെ വലിച്ചു വാരി ഡംപ് ചെയ്യും. ഒന്നും വിചാരിക്കരുത് പ്ലീസ്, പെട്ടെന്ന് വരുമ്പോഴത്തേക്കും ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതാണ് ഈ മുറിയുടെ ഒരു വിശേഷം എന്ന് പറയാനുള്ളത്. പ്രത്യേകിച്ച് കഥയൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ അവസാനത്തെ മുറി. ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന എൻ്റെ അനിയൻ്റെ മുറിയാണിത്. ഈ മുറിയിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ പറയില്ലേ, അവന് നന്നായി വായിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്. കുറേ പുസ്തകങ്ങളൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്, പേപ്പർ, പേന, പിന്നെ അവൻ്റെതായ അവൻ്റെ സൗന്ദര്യവർദ്ധക സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതൊക്കെ എന്തെന്നൊക്കെയാണോ എന്തോ, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണകളൊന്നുമില്ല. ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ബ്രദർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ മെമ്മറീസ് ഓഫ് മേർഡർ എന്താണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. അവൻ്റെ ഒരു വർക്കിംഗ് ബോർഡൊക്കെയാണ്, എന്തൊക്കെയൊക്കെയോ ഇതിനകത്തൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കസിൻ്റെ ഫോട്ടോസൊക്കെയാണ്. ഇവന്മാർ രണ്ടുപേരും, ഒരാൾ ലണ്ടനിലും ഒരാൾ കാനഡയിലുമായി. സത്യത്തിൽ ഒരു സമയത്ത് വീട്ടിൽ ഫുൾ ടൈം ആൾക്കാരായിരുന്നു. ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇപ്പം പല പല വിദേശ രാജ്യങ്ങളിലായി. ആക്ച്വലി ഞാൻ പൊതുവെ ഈ വാഷ്റൂംസ് ഒന്നും കാണിക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇതെനിക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ അനിയന് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത സ്ഥലമാണ്. മിക്കവാറും ഈ ഇൻ്റർവ്യൂ അല്ല ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ കഥ കഴിയും. എന്നാലും ഇത് നോക്കണ്ടോ, അതുകൊണ്ട് അവന് സമയം എത്രയാണെന്ന് അറിയാനായിട്ടൊരു ക്ലോക്ക് വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഷ്റൂം ആ ചേട്ടൻ ചെയ്ത് തന്നപ്പോൾ തന്നെ ഒരുപാട് സൺലൈറ്റ് കിടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനമാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെപ്പോഴും ഭയങ്കര ഒരു ലൈറ്റിംഗ് എഫക്റ്റ് ഉള്ള ഒരു വാഷ്റൂമാണിത്. ഇതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അനിയൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ആവശ്യത്തിന് കിട്ടും. അതുകൊണ്ട് അവൻ്റെ വാഷ്റൂം വരെ കാണിച്ചെന്നായി. ഇനി ഇതിൻ്റെ മുകളിലേക്കും കൂടെ ഒരു ഏരിയ ഉണ്ട്. ഞാൻ അങ്ങോട്ട് കയറിയിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളായി. അങ്ങോട്ട് ഞാൻ കയറാറേ ഇല്ല. പക്ഷെ അവൻ്റെ ഏതോ ഒരു ഫ്രണ്ട് വന്നപ്പോൾ അവിടെ കുറേ വോൾ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് പോയി നോക്കി കണ്ടേക്കാം. ഓ, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ ഏരിയ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കാണാമെന്ന് പറയാം. കാരണം ഇവിടെ ഇങ്ങനെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് ഇങ്ങനത്തെ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഈ ഒരു ഏരിയയുടെ ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ വരണം. കാരണം ഈ ലൈറ്റും ഇതിന് ഇവിടെ ഒരു സ്ലോ മ്യൂസിക്കും അങ്ങനെയൊക്കെയുള്ളൊരു നല്ല ആംബിയൻസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. മോസ്റ്റ്ലി എൻ്റെ ബ്രദറും അവൻ്റെ ഫ്രണ്ട്സും വരുമ്പോൾ ഇരിക്കാറുള്ള ഏരിയ ആണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഹോം ടൂർ വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഒരു ചെറിയ വീടാണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ള ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ, ഞാൻ മോസ്റ്റ്ലി താമസിക്കുന്ന കാക്കനാടാണ്, എറണാകുളത്താണ്. അപ്പോൾ ഈ ആമ്പല്ലൂർ ഈ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു വീടാണ്. സത്യസന്ധമായിട്ട് വളരെ പോസിറ്റിവിറ്റി നൽകുന്ന ഒരു വീടാണ്. അപ്പോൾ ഇത്രയാണ് പുതിയ ചാനലിലെ പുതിയ ആദ്യ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പേഴ്സണൽ വിശേഷവുമായിട്ട് പിന്നെ ഒരു ദിവസം കാണാം. അതുവരെ ബൈ.